ചെയ്തിട്ട് മുടി വളരുന്നില്ല, മുടിക്ക് തീരെ കട്ടിയില്ല, ഉള്ളില്ല, നല്ലോണം മുടി കൊഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെ ഹെയർ ഗ്രോ ജേർണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒരു ഹോം റെമഡി താളിയാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പണ്ട് ട്രൈ ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയൊരു താളിയാണ്. അപ്പം ഞാനിത് ചെയ്യുന്നത് വീക്ക്ലി 1 ടൈം, എത്ര ബിസി ആണെങ്കിലും ഞാൻ ഇതിൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നല്ലോണം സ്ട്രെങ്തൻ ചെയ്ത് വെക്കാനും ഡാൻഡ്രഫ് ഡ്രൈനെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അപ്പം നമുക്ക് അതെങ്ങനെ റെഡി ആക്കുന്നതെന്ന് നോക്കിയാലോ. അത് തന്നെ വേണ്ടുന്നത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ മറ്റേ അടുക്ക് പോലെ ഇരിക്കുന്നതാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളതിന് മൈലാഞ്ചി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതേ കണക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ എടുക്കാം. ഞാൻ ഇവിടെ ഒരു 3-4 ചെമ്പരത്തിപ്പൂവാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ മറ്റേ നമ്മൾ ഇതളുള്ള ചെമ്പരത്തിപ്പൂ എടുക്കുകയാണെങ്കിൽ, മീൻസ് നമ്മുടെ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ എടുക്കുകയാണെങ്കിൽ മാക്സിമം അതിനകത്തുള്ള ആ പൂമ്പൊടി ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞേരും. കാരണം ചിലവർക്ക് ആ പൂമ്പൊടി ഇരുന്നിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ഒരു കാണുന്നത്. ഇതിനകത്ത് വലുതായിട്ട് അങ്ങനെ പൂമ്പൊടി വരാൻ ചാൻസ് ഇല്ല. ഞാൻ കണ്ടതൊക്കെ ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതാണ്ട് കുറച്ച് ചെമ്പരത്തി എടുക്കുക. നിങ്ങൾ മാക്സിമം ഈ പൊടിയൊക്കെ അടിച്ച് നിൽക്കുന്ന ചെമ്പരത്തി ആണെങ്കിൽ നല്ലോണം ഒന്ന് കഴുകി എടുക്കുക കേട്ടോ. പിന്നെ അടുത്ത വേണ്ടത് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി ഇല ആയാലും നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കാരണം അതിനകത്ത് പൊടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കും ഇത് അടിച്ച് തലയിൽ തേക്കാനുള്ള ഇല ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കുമ്പം അതിനകത്ത് ബാക്കി മെയിനായിട്ട് പുരട്ടുന്നത് തന്നെ നമ്മുടെ സ്കാൽപ്പിലാണ്. സോ അപ്പോൾ അതിൽ അഴുക്കിരിക്കുമ്പോൾ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒന്ന് അഫക്റ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നുകിൽ പിച്ചാത്തി വെച്ചിട്ട് അറിയാം, അതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് കൊടുത്താൽ മതി. ഞാൻ നിങ്ങളെ ഇത് കാണിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. ആദ്യം കുറച്ച് ചെമ്പരത്തിപ്പൂ, പിന്നെ വന്നിട്ട് ചെമ്പരത്തി ഇല. ഇത് രണ്ടും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഇടത്തില്ലേ കറി ലീഫ്, അതാണ് വേണ്ടുന്നത്. അതും താണ്ട് ഇതേ കണക്ക് ഒരു കുറച്ച് തണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതെൻ്റെ സ്കാൽപ്പിലും പിന്നെ കുറച്ച് ഹെയറിലും പറ്റുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഹെയർ ഉണ്ട് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ താണ്ട് ഇതേ കണക്ക് കറിവേപ്പില നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇത് നമ്മുടെ ഹെയർ നല്ലോണം ബ്ലാക്കൻ ചെയ്ത് വെക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ട് മുരിങ്ങയിലയാണ്. നമ്മൾ കൂട്ടാനൊക്കെ വെച്ച് കഴിക്കത്തില്ല, മുരിങ്ങയിലയാണ്. അതും നല്ലോണം വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞ് ഇലയായിട്ട് എടുത്ത് അത് പിച്ചി ഇടാം. മാക്സിമം അതിൻ്റെ തണ്ടൊന്ന് റിമൂവ് ചെയ്ത് തരാം. ഞാനിവിടെ തണ്ടൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് വാടിയ ഇലയും ഒന്ന് മാറ്റി വെച്ച് തരാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 4ആണ് നമ്മുടെ ഈ ഒരു പാക്കിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റുണ്ട്, അത് ലാസ്റ്റ് കാണിച്ചു തരാം. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഭയങ്കര തിക്കും ആവില്ല, ഭയങ്കര അങ്ങ് ലൂസും ആവില്ല. അതുകൊണ്ട് ഏകദേശം ഈ ഒരു രീതിയിൽ മാത്രം. ഞാനിവിടെ 1 കിണ്ണം വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതേ കണക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് റോസ്മേരി എസൻഷ്യൽ ഓയിൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്മേരി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ ലീവ്സ് അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടിപൊളി ഒരു ഐറ്റമാണ്. നമുക്ക് പർപ്പിളിലൊക്കെ തന്നെ വാങ്ങാൻ കിട്ടും. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ആൽസ് ഗുഡ്നെസ്സിൻ്റെ ബ്രാൻഡിൻ്റെയാണ്. ഇതൊന്നും അല്ല, ഇത് കൂടാതെ വേറെ കുറേ ബ്രാൻഡ്സ് നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് അതിന് ശേഷം നമ്മുടെ സ്കാൽപ്പ് കംപ്ലീറ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയറിൽ ചുമ്മാ ഇങ്ങനെ പുറത്ത് മാത്രം ഇങ്ങനെ വാരി തേച്ചിട്ട് കാര്യമില്ല. നമ്മളിത് എടുക്കുമ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് പുരട്ടി നോക്കി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേതിനേക്കാളും ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം ഈ ഹെയറിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാരി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് വലുതായിട്ട് എത്തത്തില്ല. അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് അയ്യോ ഇത് എന്തൊക്കെ തേച്ചിട്ട് നമുക്ക് വലിയ ഗ്രോത്ത് ഒന്നും വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കും. സോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മുടെ സ്കാൽപ്പിൽ ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്ത് സ്കാൽപ്പിൽ കുറച്ചിങ്ങനെ പുരട്ടി കൊടുക്കാം. കുറച്ച് സാവകാശത്തിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് അത്രയും റിസൾട്ടും കാര്യങ്ങളും ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഹെയറിൽ എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മുടെ ആ തലയോട്ടിയുടെ അവിടുത്തെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മീൻസ് ആ ഒരു ഭാഗത്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിന് ശേഷം വേണം താഴോട്ടുള്ള മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ആദ്യം താഴോട്ടുള്ള മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വരുവാണെങ്കിൽ നമുക്കത് പാടായിരിക്കും. മുടി ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ വേണം. സോ അപ്പം നമുക്കത് ഒട്ടും നമ്മുടെ മുടി ഇങ്ങനെ വലിഞ്ഞ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് വന്നിട്ട് വീക്ക്ലി 1 ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടൈമൊക്കെ ഉണ്ടെങ്കിൽ വീക്ക്ലി 2 ടൈംസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒട്ടും ഹെയർ ഗ്രോത്ത് ഇല്ല, ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വരുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് അതേ കണക്കെടുക്കുക. ഇനി അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ എടുത്താൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. പിന്നെ വെള്ളം ചേർക്കാൻ മറക്കണ്ട, വെള്ളം കൂടെ ചേർത്ത് തരും കേട്ടോ. അതുകൊണ്ട് ഇതേ കണക്ക് ഞാൻ എൻ്റെ സ്കാൽപ്പ് കംപ്ലീറ്റ് പുരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. എന്നല്ലേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ഹെയർ ഗ്രോത്ത് മാത്രമല്ല കേട്ടോ,
നമ്മൾ കണ്ട ഫേസ് കെയർ, ഫേഷ്യൽ, മേക്കപ്പ്, ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി എന്നെ വന്ന് എനിക്കിങ്ങനെ സ്റ്റാൻഡ് പോലെ പിടിച്ചു വെച്ചാണ് കേട്ടോ. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം വീടിൻ്റെ വെളിയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ വെളിയിലൊരു ഭിത്തിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എനിക്കങ്ങനെ വെച്ചെടുക്കാനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് എനിക്ക് ആരെങ്കിലും ഹെൽപ്പും കൂടെ വേണം. ഇങ്ങനെ ഒരാളിങ്ങനെ പിടിച്ച് തന്നാലേ പറ്റും. കാരണം അത്രയും പൊക്കി നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കസാരയിലൊന്നും വെച്ചെടുക്കാനും പറ്റത്തില്ല. കാരണം ഞാൻ ഓരോ തവണയും കുനിഞ്ഞ് നൂരൊക്കെ വേണം. അതുകൊണ്ടാണ് ഇതേ കണക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചെന്നാ കുളിക്കുന്നതാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ചെറുതായിട്ട് മഴ പെയ്യുന്ന കൂട്ട് കാണാം. പിന്നെ പോർട്രേറ്റ് ആയതുകൊണ്ട് വലുതായിട്ട് മനസ്സിലാകത്തില്ല. സോ അപ്പോൾ എൻ്റെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹെയറിലെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ അമ്മക്കെട്ട് പോലെ കെട്ടിക്കൊടുത്തിട്ട് അതിന് ശേഷം മുകളിലത്തെ മുടിയിൽ കംപ്ലീറ്റ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പാക്ക് മെയിനായിട്ട് അങ്ങനെ ഹെയറിൽ അധികം അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ഈ പാക്ക് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ സ്കാൽപ്പിലാണ്. എന്നുവെച്ചാൽ ഹെയറിൽ അപ്ലൈ ചെയ്തുവിടാന്നല്ല, ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒരു ഡ്രൈ ഹെയർ ആണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് കറക്റ്റ് ഒരു അരമണിക്കൂർ ഇരിക്കാം. ഇനി അതല്ല ഭയങ്കരമായിട്ട് തലയിൽ തലനീരിറങ്ങി പനി അങ്ങനത്തെ വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഇരുന്നാൽ മതി. എനിക്ക് പിന്നെ വലിയ സീനില്ലാത്തതുകൊണ്ട് ഞാനൊരു അരമണിക്കൂറോളം ഇരിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്തോളാം. ഞാൻ ചില സമയങ്ങളിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വെക്കാറുണ്ട്. പിന്നെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ കണ്ടീഷണർ സെറമൊക്കെ യൂസ് ചെയ്യാം. വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ആദ്യം തലയിൽ ഒഴിച്ച് മുടി കുനിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെയിൽസ് യൂസ് ചെയ്തിട്ടല്ല, നമ്മുടെ കൈയുടെ ആ ഒരു ടിപ്പില്ലേ, നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പ്, ആ ഭാഗം യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഒന്ന് പോകാനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഭയങ്കരമായിട്ട് ഉണങ്ങി തലയിൽ ഇരിക്കുവാണെങ്കിലും നമുക്ക് കുറേ വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം അത് റിമൂവ് ആയി പോകാനും അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ പോകാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ബോയ്സിനും ഗേൾസിനും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇന്ന ആൾക്ക് ട്രൈ ചെയ്യാം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വെയിലുള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ചെടുത്തിട്ട് പോയിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്ത് താളി രൂപത്തിലാക്കിയാൽ നമ്മുടെ തലയിൽ പുരട്ടാവുന്നതാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൊടുത്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ തോന്നുന്നത്. സോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിലും പറയാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഡിയേഴ്സ്, ടാറ്റ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.